ജൂലൈയിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞത് ഭരണഘടനാ ലംഘനമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. യുവാക്കൾക്ക് വേണ്ടി ഒന്നും ബജറ്റിൽ ഇല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചു. ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാട് അത് വിശദമാക്കാനോ വ്യക്തമാക്കാനോ ബഡ്ജറ്റിൽ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. മാത്രവുമല്ല, വലിയ തോതിൽ 2019 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി അനുസരിച്ച് പ്രതിവർഷം 6000 രൂപയുടെ സാമ്പത്തിക സഹായം ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നത് വർദ്ധിപ്പിക്കുമെന്നുള്ള നിലയിലുണ്ടായിരുന്നു. വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഭേദഗതിക്കും ഒരു മാറ്റത്തിനും വിധേയമാകാതെ നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രസംഗമാണ് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ രണ്ടായി വിഭജിക്കുകയും അവിടുത്തെ പ്രത്യേക ആനുകൂല്യമായ 370 എടുത്തു കളഞ്ഞു. പിന്നെ മുത്തലാഖ് അത് ക്രിമിനലൈസേഷൻ എന്ന ക്ലോസ് എഴുതി ചേർത്തു. അതുപോലെ തന്നെ പൌരത്വ നിയമം ഭേദഗതി ചെയ്തു. അതുകൂടാതെ ശ്രീരാമക്ഷേത്രം പണിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് 2024 തെരഞ്ഞെടുപ്പിന് നേടാൻ പോകുന്ന ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. അതിനപ്പുറം ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ, കർഷകരെ, അതുപോലെ തന്നെ ഇടത്തരക്കാരെ, സ്റ്റാർട്ടപ്പുകളെയൊക്കെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. ഇതൊരു ഇന്ററിം ബഡ്ജറ്റ് എന്ന നിലയ്ക്ക് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് നിർമ്മലാ സീതാരാമൻ ഇത് അവതരിപ്പിച്ചത്. കാരണം 2024 ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെയാണ് അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അടുത്ത ബഡ്ജറ്റിൽ പറയാം. അതുകൊണ്ട് ഇന്ററിം ബഡ്ജറ്റിൽ നിങ്ങൾക്കൊന്നും തരാനില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അനുവദിച്ചത്.